ശശികല ബംഗളൂരുവിലെ പരപ്പനാഗ്രഹാര ജയിലിലെത്തി. രണ്ടാം പ്രതി ഇളവരശിയും കോടതിയിൽ കീഴടങ്ങി. മൂന്നാം പ്രതി സുധാകരൻ നാളെ കീഴടങ്ങും. ശശികലയുടെ ഭർത്താവ് നടരാജനും DMK പ്രവർത്തകരും കോടതിക്ക് പുറത്ത് പിന്തുണയുമായി തടിച്ചുകൂടി. കോടതിക്ക് പുറത്ത് സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശി. അതേസമയം മന്ത്രിസഭ രൂപീകരിക്കാൻ എടപ്പാടി പളനിസ്വാമിയെ ഗവർണർ ഇന്ന് തന്നെ ക്ഷണിച്ചേക്കും. മനു ശങ്കരൻ ദില്ലിയിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. മനു, കോടതിയിലെത്തി കീഴടങ്ങിയിരിക്കുന്നു ശശികലയും ഇളവരശിയും. പക്ഷേ പുറത്ത് വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി. എന്തൊക്കെയാണ് പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക കോടതി മുറിയിൽ സംഭവിച്ചതും ഒപ്പം കോടതിക്ക് പുറത്ത് സംഭവിച്ചതും? മനു, പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക കോടതി മുറിയിലാണ് ശശികല, ഇളവരശി എന്നിവരെ ഹാജരാക്കിയത്. ഇതിനുശേഷം ഇവർ കീഴടങ്ങിയതായി ബോധ്യപ്പെടുകയും പിന്നീട് ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിലെ 7ാം ബ്ലോക്കിലെ പ്രത്യേക വനിതാ വിഭാഗ ിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ജയിലിന് പുറത്ത് ചില സംഘർഷം ഉടലെടുത്തിരിക്കുന്നു എന്നതാണ്. DMK ശശികല വിഭാഗത്തിലെ ചില പിന്തുണയ്ക്കുന്ന നേതാക്കൾ മറ്റും ഈ ജയിലിന് പുറത്ത് നേരത്തെ തന്നെ തമ്പടിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ ശശികലയെ അനുഗമിച്ച് 8 MLA-മാരും മുതിർന്ന നേതാക്കളും മറ്റു കാറുകളിലായി പുറകെ എത്തുകയും ചെയ്തിരുന്നു. ഈ നേതാക്കളും അതോടൊപ്പം ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകളും തമ്മിലാണ് ചില പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ ഉയർത്തുകയും ഇത് പോലീസ് തടയുകയും ഇതിനുശേഷം ഇത് സംഘർഷത്തിലേക്ക് വഴിവെക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചെറിയ തോതിലുള്ള സംഘർഷമാണ് ഉടലെടുത്തത്. ഇപ്പോൾ ഏകദേശം സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം അകലെയാണ് പരപ്പന അഗ്രഹാര ജയിലുള്ളത്. ഈ ജയിലിലേക്ക് നേരത്തെ ജയലളിതയെ ഈ ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് DMK പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിന് ജയിൽ കവാടവും മറ്റും സാക്ഷ്യം വഹിച്ചതാണ്. അതേ രീതിയിൽ ഒരു പ്രതിഷേധം ഉയർന്നേക്കാം എന്ന കണക്കൂട്ടലിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത്രയധികം ആളുകൾ ഇന്ന് ശശികലയെ ഈ ജയിലിനകത്തെ പ്രത്യേക കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പോലും തമ്പടിച്ചു കൂടിയ കർണാടകത്തിൽ നിന്നും മറ്റും എത്തിയ ഈ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനെ തുടർന്ന് ഇത് പോലീസ് തടയുകയും ഇവർക്കിടയിൽ ചെറിയ രീതിയിൽ ഒരു സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു. ഇപ്പോഴെന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഈ ജസ്റ്റിസ് അശ്വൻ നാരായൺ മുമ്പാകെയാണ് ശശികലയെയും ഇളവരശിയും ഹാജരായത്. മനു കീഴടങ്ങുന്ന സമയത്ത് പുതുതായി ചില കാര്യങ്ങൾ ശശികല പറയുകയുണ്ടായിരുന്നല്ലോ. അതായത് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പ്രത്യേക പരിഗണന നൽകണം, കീഴടങ്ങാനുള്ള സമയം 2 ആഴ്ചത്തേക്ക് നീട്ടി നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നല്ലോ. ഇതിനൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി എന്തായിരുന്നു? ഇതിന് ഒരു അനുകൂല തീരുമാനം ജസ്റ്റിസ് പുറപ്പെടുവിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയങ്ങൾക്ക് ശേഷം മാത്രമേ ലഭ്യമാക്കാനാവുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അഭിഭാഷകൻ കോടതി മുമ്പാകെ ശശികലയുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് ഒന്ന്, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശശികലയ്ക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു 2 ആഴ്ചത്തേക്ക് കീഴടങ്ങുന്നതിനുള്ള സമയം വൈകിപ്പിച്ചു തരികയോ അല്ലെങ്കിൽ മറ്റു ചില പ്രത്യേക സൗകര്യങ്ങൾ തനിക്ക് ഏർപ്പാടാക്കി തരികയോ ചെയ്യണം എന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് ജസ്റ്റിസ് അംഗീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു അധികാര പദവി വഹിച്ച ആളോ അല്ല ശശികല. അതിനാൽ പ്രത്യേക പരിഗണന ശശികലയ്ക്ക് നൽകാനും സാധ്യതയില്ല. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ശശികലയുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്. രാവിലെ മുതൽ തന്നെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരൈയുടെയും മറ്റും നേതൃത്വത്തിൽ വലിയ ഒരു നിയമ സംഘവും മറ്റും ഈ ബംഗളൂരുവിലേക്ക് എത്തിയിരുന്നു. ആദ്യം സിവിൽ കോടതിയിലാണ് ഹാജരാക്കുക, പിന്നീട് ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഇതൊന്നും അല്ല, പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജയിലിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക കോടതി മുറി ഒരുക്കിയത്. എന്തായാലും ഈ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ ജസ്റ്റിസ് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവസാന ഈ ഒരു ആവശ്യവും കോടതി തള്ളുന്നു. ഈ സാഹചര്യത്തിൽ ഈ വനിതാ തടവുകാരെ പാർപ്പിച്ചിരുന്ന 7ാം ബ്ലോക്കിലെ സെല്ലിലേക്ക് ശശികലയെയും മാറ്റാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ ജയലളിതയ്ക്കൊപ്പം 2014 ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ അന്ന് ഇതേ ജയിലിലെ ഇതേ 7ാം ബ്ലോക്കിൽ തന്നെയാണ് ശശികല കഴിയുകയും ചെയ്തിരുന്നത്. അതേ 7ാം ബ്ലോക്കിലെ സെല്ലിൽ ഇനി 3.5 വർഷം കൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരടുവലികൾ നിയന്ത്രിച്ച് ശശികല ഉണ്ടാകുമോ? ഇക്കാര്യത്തിൽ എന്ത് ഗവർണറുടെ പ്രഖ്യാപനം ഉണ്ടാകും? ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ കാര്യങ്ങൾ അല്പസമയങ്ങൾക്കകം ലഭ്യമാകുകയും ചെയ്യും. മനു, അവിടുത്തെ കോടതിയിലെ പ്രത്യേക കോടതി മുറിയിലെ നിയമ നടപടികൾ എല്ലാം പൂർത്തിയായോ? ഇനി അവരെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ മാത്രമാണോ ബാക്കിയുള്ളത്? അതെ, ഇനി അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.
ജസ്റ്റിസ് ഈ ശശികല കീഴടങ്ങി എന്ന് വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ശശികല, ഇളവരശി എന്നിവർ കോടതി മുമ്പാകെ എത്തുകയും കീഴടങ്ങിയതായി ജഡ്ജി ബോധ്യപ്പെടുകയും ഇതിനുശേഷം ജയിലിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തള്ളി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം ജഡ്ജി പരിഗണിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ പിന്നീട് ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ഡോക്ടർ പരിശോധന നടത്തുകയും ഡോക്ടറുടെ ഒരു പരിശോധനാ റിപ്പോർട്ടും മറ്റും ലഭിച്ച ശേഷം പിന്നീടൊരു ആശുപത്രി വാസത്തിലേക്കും മറ്റും കൊണ്ടുപോകണമോ അന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ ഈ ഒരു ആവശ്യം ഇപ്പോൾ ജഡ്ജി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ജസ്റ്റിസ് നിർദ്ദേശിക്കുക ജയിലിലേക്ക് കൊണ്ടുപോകൂ എന്ന് തന്നെയാകും. അതിനാൽ അല്പസമയങ്ങൾക്കകം ശശികലയെയും അതോടൊപ്പം ഇളവരശിയെയും 7-ാം ബ്ലോക്കിലെ സെല്ലിലേക്ക്, വനിതാ സെല്ലിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴുള്ള സാധ്യതകളുള്ളത്. അല്പസമയങ്ങൾക്കകം ഈ നടപടിക്രമവും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലായിരുന്നു ഈ ജയിലിന് മുന്നിൽ, കവാടത്തിന് മുന്നിൽ DMK ശശികല വിഭാഗം അനുകൂലിക്കുന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായത്. പക്ഷേ ആ വലിയ സംഘർഷത്തിലേക്ക് പോയേക്കുമെന്ന് തോന്നിയെങ്കിലും പിന്നീട് രംഗം ശാന്തമാവുകയായിരുന്നു. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് പരപ്പന അഗ്രഹാര ജയിലും സമീപ പ്രദേശങ്ങളും. മനു. ശരി, മനു ശങ്കരനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശശികല പരപ്പന അഗ്രഹാര ജയിലിലെത്തി. അവിടെ തയ്യാറാക്കിയിരുന്ന പ്രത്യേക കോടതി മുറിയിൽ അവർ കീഴടങ്ങി. ചില ആവശ്യങ്ങൾ ജഡ്ജിക്ക് മുന്നിൽ വച്ചു. പക്ഷേ അദ്ദേഹം അത് അനുവദിച്ചിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ശശികലയെ സാധാരണ ജയിലിലേക്ക്, അതായത് സാധാരണ ജയിൽ പുള്ളികൾ താമസിക്കുന്ന വനിതാ ബ്ലോക്കിലേക്ക്, 7-ാം നമ്പർ ബ്ലോക്കിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഇളവരശിയുമുണ്ട് 2-ാം പ്രതി. 3-ാം പ്രതിയായ സുധാകരൻ നാളെ കീഴടങ്ങും എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം ജയിലിന് പുറത്ത് മറ്റു ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. അവിടെ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് DMK പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു അവിടെ എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. CPIM പ്രവർത്തകനെ RSSകാർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തി. കണ്ണൂർ നടുവിൽ സ്വദേശി ഷാക്കിറിനെയാണ് ഇന്ന് ഉച്ചയോടെ തട്ടിക്കൊണ്ടുപോയത്. കഴുത്തിൽ വാൾ വെച്ച് BJPക്കാരെ വധിക്കാൻ പോകുന്നുവെന്ന് പറയിപ്പിച്ചതായി ഷാക്കിർ PPTVയോട് പറഞ്ഞു. അടിച്ചതിന് ശേഷം ഫോണിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, നീ ഇന്നലെ വാളും കൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നായിരുന്നു, ഒരു ഏട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളെ കൊത്താൻ വേണ്ടിട്ട് വന്നതാണ്, ഇത് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാത്തത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാളെടുത്തിട്ട് പറഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ വേറെ സത്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോണിൽ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഫോണിൽ പറഞ്ഞു. അവർ വീഡിയോ പിടിച്ച് പറയുമ്പോൾ ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിന് മാത്രമായും മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകിയത്. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. UDF കാലത്തെ കടുംവെട്ട് വിഷയത്തിലെ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് പരിഗണനയ്ക്കെടുത്ത മന്ത്രിസഭാ യോഗം റിപ്പോർട്ടിൽ വിശദമായ ചർച്ച വേണമെന്ന് കാട്ടി മാറ്റിവെക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിന് മാത്രമായും മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ 44 സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കും. കേരള സ്റ്റേറ്റ് റോഡ് ഫണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കും. പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും പുനർവിന്യാസം വഴിയുമാണ് KRFB പുനഃസംഘടിപ്പിക്കുക. സംസ്ഥാനത്തെ 31 റൂട്ടുകൾ ദേശസാൽക്കരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസിന് 140 കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിച്ച് ഭേദഗതി വരുത്തും. കേരള ഹൈക്കോടതിയിൽ 5 ഗവൺമെന്റ് പ്ലീഡർമാരുടെയും 5 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുടെയും തസ്തികകൾ സൃഷ്ടിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലും ഗ്രാമലക്ഷ്മി മുദ്രാലയത്തിലെ തൊഴിലാളികൾക്കും ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകും. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് N പ്രശാന്തിനെ മാറ്റി പകരം UV ജോസിന് പുതിയ നിയമനം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ചരിത്രക്കുതിപ്പ്. 7 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 104 ഉപഗ്രഹങ്ങളുമായി PSLV C-37 വിക്ഷേപണം വിജയകരമായെന്ന് ISRO അറിയിച്ചു. എല്ലാ ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ എത്തിയെന്നും സ്ഥിരീകരണം. 37 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ച റഷ്യയുടെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്നത്.
വിക്ഷേപണത്തിനായി സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റ് കെട്ടിവെച്ചു കൊണ്ടുപോയ ആ കാലത്തിൽ തുടങ്ങിയ ISROയുടെ പ്രയാണം ഇന്ന് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISROയുടെ വിശ്വാസ്യതയും സാങ്കേതികതയും ഊട്ടിയുറപ്പിക്കുന്നിടത്ത് എത്തിനിൽക്കുന്നു PSLV C-37ന്റെ വിക്ഷേപണ വിജയം. 104 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് രാവിലെ 9:28 PSLV C-37 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ 3ഉം അമേരിക്കയിൽ നിന്നുള്ള 96ഉം നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേൽ, UAE, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഉപഗ്രഹങ്ങളെയുമാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 730 കിലോ ഭാരമുള്ള കാർട്ടോസാറ്റ് 2, 30 കിലോ വീതമുള്ള INS-1A, INS-1B എന്നിവയാണ് ഇവയ്ക്കൊപ്പം വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ. എല്ലാ ഉപഗ്രഹങ്ങളുടെയും കൂടി ഭാരം 1378 കിലോഗ്രാമാണ്. ISROയുടെ 85ാമത്തെയും PSLVയുടെ 39ാമത്തെയും ബഹിരാകാശ ദൌത്യമാണിത്. ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് 100-ലധികം ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്നത്. ദൌത്യം വിജയിച്ചതോടെ 37 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച റഷ്യയും 29 എണ്ണം ഭ്രമണപഥത്തിലെത്തിച്ച അമേരിക്കയും ഇന്ത്യക്ക് പിന്നിലായി. ചരിത്ര നേട്ടത്തോടെ ISRO ബഹിരാകാശ രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്. ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ച് 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിനുള്ള വിക്ഷേപണം വിജയിപ്പിച്ച് ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. PSLV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ വിക്ഷേപണം സാധ്യമാക്കിയിരിക്കുന്നത്. ഏറെ സങ്കീർണമായ ഈ ദൌത്യത്തിനാവശ്യമായ നൂതന സാങ്കേതിക വിദ്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചുവെന്നത് അഭിമാനകരമായ കാര്യമാണ്. ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള ചെലവ് അനേകം മടങ്ങ് കുറയ്ക്കുവാൻ സാധിക്കുമെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രായോഗിക നേട്ടം. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും സാങ്കേതിക പ്രവർത്തകരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കോഴിക്കോട് കളക്ടർ N. പ്രശാന്തിനെ മാറ്റാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രശാന്തിന് പകരം ടൂറിസം ഡയറക്ടർ UV ജോസിനെ പുതിയ കളക്ടറായി നിയമിച്ചു. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി. തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച കോളേജ് തുറക്കാൻ തീരുമാനമെടുത്തു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾ കോളേജിൽ എത്തില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിന് അനുമതി നൽകാനും യോഗത്തിൽ ധാരണയായി. ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് 40 ദിവസമായി അടഞ്ഞുകിടക്കുന്ന പാമ്പാടി എഞ്ചിനീയറിംഗ്, ഫാർമസി കോളേജുകൾ ഈ മാസം 17 തുറക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ A. കൌശികൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ധാരണയായത്. വിദ്യാർത്ഥി രക്ഷകർത്തൃ പ്രതിനിധികൾ മുന്നോട്ടുവെച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും മാനേജ്മെന്റ് പ്രതിനിധികൾ അംഗീകരിച്ചു. ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കം പ്രതിപട്ടികയിലുള്ള 5 പേരും കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടിയെയും കോളേജിൽ നിന്ന് മാറ്റി നിർത്തും. കൃഷ്ണദാസിന്റെ സഹോദരൻ കൃഷ്ണകുമാറിന് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ചുമതല കൈമാറും. അപ്പോൾ മാനേജിംഗ് ട്രസ്റ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾ. അപ്പം അങ്ങനെ ഒരു മാനേജിംഗ് ട്രസ്റ്റിയെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇതിന്റെ ഭരണം എങ്ങനെ പോകുന്നുള്ള ഒരു ആശങ്ക പൊതുവെ വരും. അപ്പം അതുകൊണ്ടാണ് ട്രസ്റ്റിൽ തന്നെ ഉൾപ്പെട്ട ഒരാളെ നമുക്ക് ഇതിന്റെ ചുമതല. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം, കോളേജിൽ PTA, പരാതി പരിഹാര സെൽ എന്നിവ ആരംഭിക്കണം എന്നീ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് നഷ്ടപ്പെട്ട അധ്യയന ദിവസങ്ങൾ തിരികെ ലഭിക്കാൻ ശനി, ഞായർ ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകൾ നടത്തും. ഇന്റേണൽ മാർക്ക് സംവിധാനം സുതാര്യമാക്കും. അക്കാദമിക് കാര്യങ്ങളിൽ മാനേജ്മെന്റിന്റെ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കും. കോളേജിൽ ഇനിയുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ MLA, ADM, രക്ഷിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാൻ ധാരണയായി. ഫൈനുകളും പ്രതികാര നടപടികളും ഉണ്ടാകില്ലെന്ന ഉറപ്പും മാനേജ്മെന്റ് പ്രതിനിധികൾ നൽകി. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ കോളേജിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിക്കുന്നതായി SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. അതേസമയം കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കായി പോലീസ് അയൽ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UDF സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടറായി ശങ്കർ റെഡ്ഡിയെ നിയമിച്ചത് ചട്ടവിരുദ്ധമെന്ന് വിജിലൻസ്. ത്വരിത പരിശോധനാ റിപ്പോർട്ട് ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതേസമയം നിയമനം സർക്കാർ അംഗീകരിച്ചതിനാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. UDF സർക്കാരിന്റെ കാലത്താണ് സ്ഥാനക്കയറ്റം നൽകി ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചത്. ബാർക്കോഴ ഉൾപ്പെടെ പ്രധാന കേസുകളുടെ അന്വേഷണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ശങ്കർ റെഡ്ഡിക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് വിജിലൻസ് ഇപ്പോൾ ത്വരിത പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചത്. ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റം ക്രമവിരുദ്ധമാണ്. ഇത് സർക്കാർ പുനഃപരിശോധിക്കണം. ഇതിനു മുൻപും ഇത്തരത്തിൽ സ്ഥാനക്കയറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം സ്ഥാനക്കയറ്റം ലഭിച്ചതിലൂടെ ശങ്കർ റെഡ്ഡിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല. ശങ്കർ റെഡ്ഡിയുടെ നിയമനം സർക്കാർ അംഗീകരിച്ചതിലൂടെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറായുള്ള ശങ്കർ റെഡ്ഡിയുടെ നിയമനത്തെ അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ എതിർത്തിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ശങ്കർ റെഡ്ഡിയുടെ നിയമനം ചട്ടങ്ങൾ പാലിച്ചായിരുന്നുവെന്ന്
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ DGP TP സെൻകുമാറിനെ IMG ഡയറക്ടർ ജനറലായി നിയമിച്ചു. ഉത്തരവായി വിവരങ്ങൾ ദിനകർ നൽകും. ദിനകർ, വിശദാംശങ്ങൾ. മനു, മുൻ DGP TP സെൻകുമാറിന് IMG ഡയറക്ടർ ജനറലായി സംസ്ഥാന സർക്കാർ നിയമിച്ചു. നേരത്തെ അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. ഇതിനെതിരെ അദ്ദേഹം നിയമ നടപടികളുമായി നീങ്ങിയിരുന്നു. ഇത് ഹൈക്കോടതിയെ വരെ അദ്ദേഹം സമീപിച്ചിരുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ അദ്ദേഹത്തിന്റെ ഹർജികൾ തള്ളിക്കളഞ്ഞു. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് സെൻകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരുന്നത്. ഇതിനെതിരെ സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചുവെങ്കിലും സർക്കാർ നിലപാട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ശരിവെക്കുകയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെയാണ് അദ്ദേഹം പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമീപിച്ചത്. എന്നാൽ ഇതൊക്കെയും സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്നത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ ഹർജി തള്ളിക്കളയുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നിയമനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തെ IMG ഡയറക്ടർ ജനറലായി സർക്കാർ നിയമിച്ചിരിക്കുന്നു. മനു, ശരി. മാരാമൺ കൺവെൻഷനിൽ സുവിശേഷ പ്രസംഗങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് സുവിശേഷ ഗീതങ്ങൾക്കും. 101 ഗായകരുടെ പ്രത്യേക സംഘം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് കൺവെൻഷനിൽ സുവിശേഷ ഗീതങ്ങൾ ആലപിക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ പ്രധാനമാണ് ഗാന ശുശ്രൂഷ. ഫാദർ ജോൺ മത്തായിയാണ് 101 ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. നവംബർ മാസം മുതൽ ആരംഭിച്ച പരിശീലനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ കൺവെൻഷനിൽ ഇവർ ഗാന ശുശ്രൂഷ അവതരിപ്പിക്കുന്നത്. ഇത്തവണ 100 ഗാനങ്ങളാണ് ഗാന ശുശ്രൂഷയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ഗായക സംഘത്തോടൊപ്പം തന്നെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും ഗാനങ്ങൾ ആലപിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇവർ കരുതുന്നത്. വിശ്വാസികൾക്ക് ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി 100 ഗാനങ്ങളടങ്ങിയ പാട്ടുപുസ്തകവും കൺവെൻഷനിൽ വിതരണം ചെയ്യുന്നുണ്ട്. മാരാമണിൽ നിന്നും വിജേഷ് നടുവിൽ. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് സംഘടന നടത്തുന്ന നിൽപ്പ് സമരം ഇന്നും നടന്നു. ഹാജർ ബുക്കിൽ ഒപ്പിട്ട ശേഷം ജോലി ചെയ്യാതെ പ്രതിഷേധിക്കുന്ന സമര രീതിയാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെതിരായ പ്രതിഷേധം എന്ന പേരിലാണ് തികച്ചും വിചിത്രമായ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇന്ന് ചർച്ച നടത്തിയിട്ടും നിൽപ്പ് സമരം ഇപ്പോഴും തുടരുകയാണ്. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തുന്ന കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനയാണ് നിൽപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ ഹാജർ ബുക്കിൽ ഒപ്പുവെച്ച ശേഷം ജോലി ചെയ്യാതെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കോഫി ഹൗസിന് മുന്നിൽ പോയി നിൽക്കുന്നതാണ് നിൽപ്പ് സമരം. ശമ്പളം വാങ്ങിയ ശേഷം ജോലി ചെയ്യാതെ പ്രതിഷേധിക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് പൊതുഭരണ സെക്രട്ടറി വ്യക്തമാക്കിയ ശേഷവും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്നത് സർക്കാർ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഹാജർ ബുക്കിൽ ഒപ്പിടുകയും ശമ്പളം വാങ്ങുകയും ചെയ്ത ശേഷം ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളതെന്ന് ഇതര സംഘടനക്കാരും ചോദിക്കുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന നിൽപ്പ് സമരം ജനങ്ങളെയും വലയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.